ജോർജ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇതിൽ മഞ്ജു വാര്യരുടെയും അതുപോലെ തന്നെ ഇരയുടെയും പിന്നെ അവർക്കൊപ്പം നിന്ന നടിമാരുടെയും മൊഴികൾ ഒന്ന് തന്നെയായിരുന്നു. പക്ഷേ അവിടെ പ്രേരണ തെളിയിക്കുവാനായിട്ട് കഴിഞ്ഞില്ല, മോട്ടീവ് തെളിയിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഇത് നമ്മുടെ സമൂഹത്തില് ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയിരുന്നു എന്നുള്ള ഒരു സത്യമാണ്. ആ കേസിലേക്ക് ഒരു പ്രൊഫഷണൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടന്നോ എന്നും ഒരു തറോ പ്രൊഫഷണൽ ജുഡീഷ്യൽ ട്രയൽ നടന്നോ എന്നും നമ്മൾ വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മളിത് പറയുമ്പം നമ്മുടെ നവീൻ അറോറ വേഴ്സസ് ഡൽഹി ഹൈക്കോടതി ജഡ്ജ്മെന്റിനകത്ത് ലോകത്തിന് തന്നെ നൽകിയ ജഡ്ജ്മെന്റ് ഉണ്ട്. A judge should always think that he is a judge and he too will be judged എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ജഡ്ജ്മെന്റിനെ പറ്റി പറയും. പക്ഷെ പേഴ്സണലായിട്ട് ആരും ഒന്നും പറയാൻ പാടില്ല. ഇത് ലോകത്ത് എവിടാണേലും ഇനിയിപ്പോ ഒരാള് അന്റാർട്ടിക്കയിൽ പോയി നിന്നിട്ട് ഈ ജഡ്ജ്മെന്റ് ഒന്ന് നോക്കി വായിച്ചു അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു പറഞ്ഞ് കണ്ടന്റ് ഓഫ് കോർട്ടൊന്നും പറ്റത്തില്ല. ആ കണ്ടന്റ് ഓഫ് കോർട്ടിന്റെ കാര്യങ്ങളിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഡിസംബർ 10 സുപ്രീം കോടതി തന്നെ വ്യക്തമായി പറഞ്ഞു, വിനീത ശ്രീനന്ദൻ വേഴ്സസ് മുംബൈ ഹൈക്കോർട്ട്. അപ്പം അതിനകത്ത് കോടതിയെ വളരെ മോശമായി വിമർശിച്ചു. അത് ആക്ച്വലി കടന്നുപോയെന്നുമാണ്. എന്നിട്ടും കോടതി പറഞ്ഞു, സുപ്രീം കോടതി പറഞ്ഞു, ദ പവർ ടു പണിഷ് നെസസറിലി ക്യാരീസ് വിത്തിൻ ദി കൺകമിറ്റന്റ് പവർ ടു ഫർഗീവ്. അതൊക്കെ വിട്ടുവീഴ്ച വേണം. കാര്യം ജനങ്ങൾ സങ്കടപ്പെടുമ്പോഴൊക്കെ പലതും പറയും. ഇപ്പൊ ഞങ്ങളെ ചീത്ത വിളിക്കാറില്ലേ പോലീസിലായിരുന്ന സമയത്ത് നാട്ടുകാർ നമ്മളെ പലതും പറയും. ചർച്ചകളിൽ വരുമ്പോൾ പറയത്തില്ലേ? അപ്പൊ നമ്മുടെ ആവശ്യം എന്താണ്? ഈ ചർച്ചകളിൽ കൂടിയൊക്കെ നമ്മുടെ സമൂഹത്തിനെ പ്യൂരിഫൈ പ്രേരിപ്പിക്കണ്ട കേട്ടോ. എന്തോ തിരിച്ചും ജഡ്ജ്മെന്റ് ഉണ്ട്, അതുകൊണ്ടാ. ഏത്? ആ ജഡ്ജ്മെന്റ് വെച്ചിട്ട് പ്രേരിപ്പിക്കേണ്ട ആളുകളെ കണ്ടംപ്റ്റ് ചെയ്യാനായിട്ട്. ആ ജഡ്ജ്മെന്റിന് നേരെ ഘടകവിരുദ്ധമായ ജഡ്ജ്മെന്റ് വേണമെങ്കിൽ ഞാൻ അയക്കാം. കാരണം സുപ്രീം കോടതി പറഞ്ഞ ജഡ്ജ്മെന്റിൽ പല കാര്യങ്ങളിലും പല പോയിന്റിലും ഇന്റർപ്രിട്ടേഷൻ ആ ഫാക്ട്സിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. നമ്മൾ കണ്ടംപ്റ്റ് ആകില്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും ഇങ്ങനെയൊക്കെ. നമ്മളതിന് പ്രേരണ കൊടുക്കുന്ന അഭിപ്രായം എനിക്കുണ്ട്. അതിലേക്ക് ചർച്ച പോകേണ്ട. നമ്മൾ കോടതി അലക്ഷ്യം എന്താണ് എന്നതിനെ കുറിച്ചല്ല ചർച്ച. അതിലേക്ക് പോകേണ്ട. കോടതി അലക്ഷ്യം എന്താണ് എന്നതിനെ കുറിച്ചല്ല ചർച്ച. ഞാൻ പറയട്ടെ സക്രിയ ജോർജ്, താങ്കൾക്ക് ഇതിലുള്ള നിരീക്ഷണം എങ്ങനെയാണ്? ഈ മൊഴികൾ ഈ മോട്ടീവ് തെളിയിക്കാൻ പര്യാപ്തമായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് പ്രോസിക്യൂഷന്റെ വീഴ്ച കൂടിയാണല്ലോ. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ പറഞ്ഞ ആ മൊഴിയല്ല ഈ സാക്ഷികൾ, പ്രോസിക്യൂഷൻ സാക്ഷികളാണല്ലോ അവർ കോടതിയുടെ മുന്നിൽ പറഞ്ഞത്. അല്ല, ഞാൻ അതിലേക്ക് കടക്കാം. ഇത് ഡിസംബർ 10, 2025 ഇറങ്ങിയതാണ്. ദിസ് ഈസ് ദ ലേറ്റസ്റ്റ് ഓർഡർ. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, വെൻ ദർ ഈസ് എ ഡിസ്പ്യൂട്ട് ഓവർ എ മാറ്റർ ദ ലേറ്റസ്റ്റ് വിൽ പ്രിവെയിൽ ഓവർ ഫോമർ. അപ്പൊ ഇതാണ് ഡിസംബർ 10 ശേഷം കണ്ടന്റ് ഓഫ് കോർട്ട് 2025 ശേഷം കണ്ടന്റ് വന്നിട്ടില്ല. ആരെ പ്രോംപ്റ്റ് ചെയ്യുന്നില്ല. ജുഡീഷ്യയെ നമ്മള് റെസ്പെക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ നാഷണൽ ആന്തം പാടുമ്പോൾ ദേശസ്നേഹമുള്ള ഒരാളെ എഴുന്നേറ്റിരിക്കാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. അത് പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അധ്യാപകര് എക്സാമ്പിൾ സൈറ്റ് ചെയ്ത ആൾക്കാർ വന്നു കഴിഞ്ഞു. ജുഡീഷ്യറി നമുക്ക് ആവശ്യമാണ്. ഇവിടുത്തെ മിക്ക പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സും ബ്യൂറോക്രസി എല്ലാം കറപ്റ്റ് ആയിട്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ അവസാനത്തെ അഭയ കേന്ദ്രമാണ് കോടതി. അപ്പൊ ആൾക്കാർക്കെല്ലാം കോടതിയോട് വിശ്വാസമുണ്ട്, സ്നേഹമുണ്ട്. പക്ഷെ ചില ജഡ്ജ്മെന്റുകൾ വരുമ്പോൾ സുപ്രീം കോടതി തന്നെ തന്നിട്ടുണ്ട്. ഇനി ദേവൻ രാമേന്ദ്രൻ സാറിന്റെ വിക്ടിം ഓറിയന്റഡ് ജസ്റ്റിസ് തോമസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ആ വിധിക്കകത്ത് വ്യക്തമായി പറയുന്നുണ്ട് വിക്ടിമിന്റെ റോൾ എന്താണെന്ന്. വിക്ടിമിന് വേണ്ടുന്ന എല്ലാ പ്രൊട്ടക്ഷൻ കൊടുക്കണം, ഇൻവെസ്റ്റിഗേഷൻ കൊടുക്കണം, പ്രോസിക്യൂഷൻ കൊടുക്കണം, റിപ്പറേഷൻ ഉണ്ട് അതിൽ കൊടുക്കണം. ഇതെല്ലാം ഗോൾഡൻ ലെറ്റേഴ്സിലെ ഈ പൊതുസമൂഹത്തിന് വേണ്ടി എഴുതിയതാണ്. മണിമത്ത് കമ്മിറ്റി വിക്ടിം ഓറിയന്റഡ് ജസ്റ്റിസ് അത് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് എന്തിന് കൂടുതൽ പോകുന്നു? അംബിക പ്രസാദ് ജഡ്ജ്മെന്റ്. അംബിക പ്രസാദ് വേഴ്സസ് ഡൽഹി പറയുന്നു, ഇൻ കേസ് ഓഫ് ഡിഫക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ it would be improper to acquit the accused if the case is otherwise established conclusively. A criminal trial is meant for doing justice to the accused, the victim and the society. ഇവിടെ ചിലപ്പോൾ സൊസൈറ്റിയെ പറ്റിയൊക്കെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാനും കേട്ടു. അത് സൊസൈറ്റിക്ക് വേണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഇത് ലോ ഓഫ് ദ ലാൻഡ് ആണ്. ഇപ്പം UPSCRTC വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP കേസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, എ ഡിസിഷൻ വൺസ് ടേക്കൺ ബൈ ദ സുപ്രീം കോടതി that cannot be altered by anybody down under. ഇത് ഫോളോ ചെയ്യണം. ഈ പറയുന്ന അംബിക പ്രസാദ് ജഡ്ജ്മെന്റ് ഇവിടെ പാലിക്കണം. എ ജഡ്ജ് ഡസ് നോട്ട് പ്രിസൈഡ് ഓവർ ക്രിമിനൽ ട്രയൽ merely to see that no innocent man is punished. A judge also presides to see that
A guilty man does not escape. One is important as the other. Both are public duties which the judge has ശരി to ശരി ശ്രീ സക്രിയ perform. ജോർജ്, നമ്മൾ ആവശ്യത്തിലേക്ക് ഒരുപാട് പോകണ്ട. ഞാൻ ഈ കേസിന്റെ മെറിറ്റിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ശ്രീമതി ആശ ഉണ്ണിത്താൻ, ഒരു കാര്യം കൂടി ഇതിനകത്ത് ഈ നടിയുടെ അവസരങ്ങൾ തടസ്സപ്പെടുത്തി, മാത്രമല്ല നടിക്ക് ഇനി സിനിമാ ലോകത്ത് ഭാവി ഉണ്ടാകില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ദിലീപിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണല്ലോ, ഭീഷണിയുടെ രൂപത്തിൽ വന്നുവെന്ന്. അതും ഈ മോട്ടീവിന്റെ സൈഡിൽ പ്രോസിക്യൂഷൻ വാദിച്ച കാര്യങ്ങളാണ്. പക്ഷേ അവിടെയും ഈ നടിയുടെ ഇന്റർവ്യൂ തന്നെ എടുത്തു വെച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. അതും കോടതി അംഗീകരിക്കുകയായിരുന്നു. കാരണം അതേ സമയത്ത് തന്നെ ഓരോ വർഷവും 2 സിനിമകളിലെങ്കിലും അഭിനയിക്കുവാനുള്ള അവസരം ഉണ്ടായിരുന്നു ആ നടിക്ക്. അപ്പോൾ പ്രോസിക്യൂഷന്റെ മറ്റൊരു വാദം അത് ചെറിയ ചെറിയ സിനിമകളിലായിരുന്നുവെന്ന്. പക്ഷേ ആ സിനിമകളുടെ സംവിധായകർ എന്ന് പറയുന്നത് ഈ ദിലീപിന്റെ കൂട്ടുകാരായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരുന്നുവെങ്കിൽ അത് തടയപ്പെടുമായിരുന്നു എന്നുള്ള വാദം ഉന്നയിച്ചപ്പോൾ അതും കോടതി അംഗീകരിക്കുകയായിരുന്നു. അപ്പോൾ മോട്ടീവ് സൈഡിൽ വീക്കൻ ചെയ്യുവാനായിട്ട് ഇതും ഒരു പ്രേരകമായി മാറിയില്ലേ? നോക്കൂ, നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഈ നടിയുടെ ലൈഫ്. ഈ നടിയുടെ മാത്രമല്ല, ദിലീപ് എന്നൊരു മനുഷ്യന്റെ കൃത്യമായ മോഡസ് ഓപ്പറന്റിയിൽ അദ്ദേഹമായി തെറ്റുന്ന എല്ലാവരുടെ കരിയറും കൃത്യമായി തന്നെ അദ്ദേഹം നശിപ്പിച്ചിട്ടുണ്ട് എന്നതിന് സാക്ഷികൾ, അനുഭവിച്ച സാക്ഷികൾ കൃത്യമായി വന്ന് പല വേദികളിൽ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ഈ നടിയുടെ കാര്യത്തിലും ഇതിനുശേഷം ഈ നടിക്കൊപ്പം നിന്ന മുഴുവൻ നടിമാരുടെ കാര്യത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട്. WCCയിൽ വന്നിട്ടുള്ള എല്ലാ നടിമാരുടെ കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എത്രത്തോളം ഇവരെ ബുദ്ധിമുട്ടിച്ചെന്നുള്ളത്. അപ്പോൾ 1 വർഷം 2 സിനിമ എന്നൊക്കെ പറഞ്ഞ് ദിലീപിന്റെ ആളുകൾ ചെയ്തു എന്ന് പറയുമ്പോൾ കൃത്യമാണ് നമ്മൾ പറയുന്ന മറ്റൊരു എലിഗേഷൻ, ദിലീപിന്റെ പിടിയിൽ തന്നെയാണ് എല്ലാവരും എന്നും, അതുകൊണ്ട് തന്നെ ദിലീപിന്റെ അൺഡ്യൂ ഇൻഫ്ലുവൻസിലാണ് എല്ലാ കാര്യങ്ങളും നടന്നതെന്ന് തന്നെ ഇതിൽ നിന്ന് വ്യക്തമായി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കല്ല ഇത് വായിക്കേണ്ടത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ശരി, ശ്രീ സംഗമേശ്വരൻ മാണിക്യം കൂടി ചേരുകയാണ്. അദ്ദേഹം USA നിന്നാണ് ഈ ചർച്ചയിൽ ചേരുന്നത്. അദ്ദേഹം സൈബർ വിദഗ്ധനാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും പരിചയമുള്ളതാണ്. ശ്രീ സംഗമേശ്വരൻ മാണിക്യം, താങ്കൾ ഈ മെമ്മറി കാർഡിന്റെ വിഷയത്തിൽ ഒരുപാട് തവണ ചർച്ചയിൽ പങ്കെടുത്തതാണല്ലോ. കോടതിയുടെ നിരീക്ഷണങ്ങളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്?